2000 വർഷങ്ങൾക്ക് മുൻപ് മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്ക് ഭാഗത്ത് നസ്രത്തിലെ യേശു എന്നൊരു ഗുരു ഒരു മലമുകളിൽ കയറി ഒരു വലിയ ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തു. അത് ആരുമല്ലാത്ത ഒരു ആൾക്കൂട്ടമായിരുന്നു. ദരിദ്രരും രോഗികളും. ഭാരിച്ച നികുതി ചുമത്തിയ റോമാ സാമ്രാജ്യം അവരുടെ ദേശം കൈവശപ്പെടുത്തിയിരുന്നു. ഇതൊരു ചിന്ന ഭിന്നമായ സമൂഹമാണ്. അവർ ശ്രേഷ്ഠരായി തോന്നുന്നില്ലെങ്കിലും അവരിൽ നിന്ന് അതിശയകരമായ എന്തോ ഒന്ന് ആരംഭിക്കാൻ പോകുന്നുവെന്ന് യേശു അവകാശപ്പെട്ടു. അവൻ ഇങ്ങനെ പറഞ്ഞു: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. സ്വർഗരാജ്യമോ എന്ന് വെച്ചാൽ എന്താണ്? അതായത് യേശു ഈ പദം ഒരു പുതിയ രീതിയിലുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉപയോഗിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടിൽ അക്രമത്തിന്റെയും അഴിമതിയുടെയും ഒരു ലോകം നാം കാണുന്നു. അവിടെ ശക്തിയുള്ളവരാണ് കാര്യങ്ങൾ ശരിയാക്കുന്നത്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം മഹാമനസ്കത ഭരിക്കുന്ന ഒരു മണ്ഡലമുണ്ട്. അവിടെ നീതിയും സമാധാനവുമുണ്ട്. സ്നേഹം അവസാന വാക്കായ ഒരു ലോകമാണത്. ആ യാഥാർത്ഥ്യമായിരിക്കാം മുകളിൽ സ്വർഗത്തിലും. അത് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. തീർച്ചയായും അത് ദൈവത്തിന്റെ സ്വർഗീയ യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് വിദൂരമായി തോന്നിയേക്കാം. എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ ആളുകളോടൊപ്പം സ്വർഗം ഭൂമിയിലേക്ക് വരികയാണെന്ന് യേശു അവകാശപ്പെടുകയായിരുന്നു. അത് അപ്രതീക്ഷിതമാണ്. അടുത്തതായി അവൻ പറയുന്നതും അതുതന്നെയാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ഈ വിഭാഗത്തിന് നഷ്ടവും ദുഃഖവും നന്നായി അറിയാം. എന്നാൽ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ പോകുന്ന എന്തോ ഒന്ന് വരാൻ പോകുന്നുവെന്ന് യേശു പറഞ്ഞു. പിന്നീട് അവൻ ഇങ്ങനെ പറഞ്ഞു: സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. ഈ ആളുകൾ ശക്തരോ പ്രധാനപ്പെട്ടവരോ അല്ല. എന്നാൽ യേശു പറയുന്നു, കാത്തിരിക്കുക, ഒരു ദിവസം നിങ്ങളാണ് ഈ ലോകം ഭരിക്കാൻ പോകുന്നത്. അറിയാമോ, യേശു ഒരു വിപ്ലവം ആരംഭിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. ഏതാണ്ട് അതുപോലെ. പക്ഷേ അധികാരത്തിനും സ്വാധീനത്തിനും വേണ്ടി കൊതിക്കുന്നവർക്ക് ഇതൊരു വിപ്ലവമല്ല. ഇത് ശുശ്രൂഷിക്കാൻ പോകുന്നവരുടെ ഒരു പ്രസ്ഥാനമാണ്. കാരണം മനുഷ്യരും സമൂഹങ്ങളും രാഷ്ട്രങ്ങളും തമ്മിലുള്ള ആരോഗ്യപരമായ ബന്ധങ്ങൾ അവർ ആഗ്രഹിക്കുന്നു. അതെ, യേശു അടുത്തതായി പറയുന്നത് പോലെ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഇങ്ങനെയൊന്ന് സങ്കല്പിച്ചു നോക്കുക. മഹാമനസ്കത, ക്ഷമ, നീതി എന്നിവയിലൂടെ ലോകത്തെ ഭരിക്കുന്ന ശക്തിയില്ലാത്ത ഒരു വിഭാഗം. ഇത് യേശുവിന്റെ ശൈലിയിലുള്ള ഒരു വിപ്ലവമാണ്. അടുത്തതായി യേശു പറയുന്ന കാര്യം ഇതാണ്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇതതിനെ കൂടുതൽ വിപുലമാക്കുന്നു. ഈ വിപ്ലവത്തിന്റെ ഭാഗമാകാൻ എന്റെ ഹൃദയത്തിന് എനിക്ക് നേരിട്ട് ദൈവത്തെ നോക്കാൻ കഴിയുന്നത്ര ശുദ്ധമായിരിക്കേണ്ടതുണ്ടോ? അതായത് നമ്മുടെ എല്ലാ തിരഞ്ഞെടുപ്പുകളും നല്ലതുപോലും മിക്കപ്പോഴും സമ്മിശ്ര ഉദ്ദേശങ്ങളാൽ നയിക്കപ്പെടുന്നുവെന്ന് യേശുവിനറിയാം. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെയും മറ്റുള്ളവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പോകുകയാണെങ്കിൽ തങ്ങൾ രൂപാന്തരപ്പെടേണ്ടതുണ്ടെന്ന് അറിയുന്ന ആളുകളിലൂടെ മാത്രമേ യഥാർത്ഥ സമാധാനം സാധ്യമാകൂ. അത് കേൾക്കാൻ രസമുണ്ട്, എന്നാൽ ഇതൊരു സമൂലമായ വിളിയാണ്. അത് ശരിയാണ്. വാസ്തവത്തിൽ അത് എത്രത്തോളം സമൂലമാണെന്ന് യേശു പര്യവേഷണം ചെയ്യുന്നു. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ പുതിയ യാഥാർത്ഥ്യം വെറുതെ സംഭവിക്കില്ല. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനും സമാധാനത്തിലേക്കുള്ള വഴി സൃഷ്ടിക്കാനുമായി പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യാൻ തയ്യാറായ ആളുകളെ ഇതിന് ആവശ്യമാണ്. എന്നാൽ ആ രീതിയിലുള്ള ജീവിതം അപകടകരമാണ്. അതുകൊണ്ട് യേശു ഇപ്രകാരം പറയുന്നു: നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അതെ, സംഘടനകളിൽ ഏർപ്പെടുകയും സമാധാനത്തിനായി വാദിക്കുകയും ചെയ്യുന്നത് സുഖകരമായൊരു മാർഗമല്ല. അതുകൊണ്ട് ഈ സമാധാനം സൃഷ്ടിക്കുന്ന വിപ്ലവത്തിലേക്ക് യേശു ആളുകളെ ക്ഷണിക്കുന്നു. അവൻ അതിന് ഉയർന്ന മൂല്യം നൽകുന്നു. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരോ? അതിനർത്ഥം എന്താണ്? അതായത് യേശുവും ഈ മുഴുവൻ ജനക്കൂട്ടവും ഇസ്രായേലരാണ്. അങ്ങനെ അവരുടെ എബ്രായ തിരുവെഴുത്തുകളിൽ മുഴുവൻ ലോകത്തിലും ഇസ്രായേലിലൂടെയായിരിക്കും ദൈവരാജ്യം പുനഃസ്ഥാപിക്കപ്പെടുന്നതെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. എന്നാൽ കഥ മുന്നോട്ടു പോകുമ്പോൾ മറ്റെല്ലാവരെയും പോലെ ഇസ്രായേൽ അഴിമതിയുള്ളവരും അക്രമാസക്തരുമായിത്തീരുന്നു. അങ്ങനെ അവർ അടിച്ചമർത്തുന്ന രാഷ്ട്രങ്ങളുടെ അടിമകളായിത്തീരുന്നു. എന്നാൽ ഇസ്രായേലിലെ പ്രവാചകന്മാർ ഈ രാജ്യങ്ങൾക്കെതിരെ നിൽക്കുകയും അവരുടെ അഴിമതിയെ വിമർശിക്കുകയും ചെയ്തു. സകലതും ദൈവത്തിന് സമർപ്പിക്കാൻ തയ്യാറായ ഒരു ചെറിയ കൂട്ടം ഇസ്രായേലിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് ഒരു ദിവസം ദൈവത്തിന്റെ സ്വർഗീയ രാജ്യം സ്ഥാപിതമാകുമെന്നും അവർ പറഞ്ഞു. അതുകൊണ്ട് ആ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് തങ്ങളെന്ന് ഈ ജനക്കൂട്ടം കാണണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അതെ, അതുകൊണ്ടാണ് യേശു അവരുടെ തിരുവെഴുത്തുകളിൽ നിന്നുള്ള 3 സാദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്
തന്റെ ആദ്യത്തെ പഠിപ്പിക്കലിന്റെ ഭാഗം അവസാനിപ്പിക്കുന്നത്. ആദ്യത്തേതിതാണ്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. ഉപ്പ് വളരെ കാലം ഭക്ഷണത്തെ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു ധാതുവാണ്. ബൈബിളിൽ ഇസ്രായേലുമായുള്ള ദൈവത്തിന്റെ ദീർഘകാല ഉടമ്പടിയുടെ പ്രതീകമായി ഉപ്പ് ഉപയോഗിക്കുന്നു. താനും ഈ ഛിന്നഭിന്നമായ സംഘവും ലോകത്തെ നവീകരിക്കാനുള്ള ദൈവത്തിന്റെ ദീർഘകാല പുരാതന വാഗ്ദാനങ്ങളുടെ വിക്ഷേപണ സംഘമാണെന്ന് യേശു പറയുന്നു. തുടർന്ന് യേശു ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. അവൻ ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ ബൈബിൾ സാദൃശ്യമാണ് പരാമർശിക്കുന്നത്. അവന്റെ സാന്നിധ്യം കുന്നിൻമുകളിലെ ഒരു പട്ടണമായ യെരുശലേമിലെ അതിന്റെ വാസസ്ഥലത്ത് നിന്ന് പ്രകാശിക്കുന്നു. പക്ഷേ ഈ ആളുകൾ ഭരണാധികാരികളല്ല, എന്നുവെച്ചാൽ അവർ യെരുശലേമിൽ പോലും അല്ല താമസിക്കുന്നത്. എങ്കിലും ആശ്ചര്യമാണ്, യേശു ഇങ്ങനെ പറയുന്നു, നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ ഉപ്പും പട്ടണവും വെളിച്ചവുമാണ്. നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. മുഴുവൻ ലോകത്തിനും ദൈവരാജ്യം പ്രദർശിപ്പിക്കാൻ പോകുന്ന പുതിയ യെരുശലേം. എങ്ങനെയാണ് യേശുവിനെ പിന്തുടരുന്ന ആരുമല്ലാത്ത ഒരു സംഘത്തിന് ഒരു പുതിയ ലോകത്തിന്റെ ആരംഭമാകാൻ കഴിയുന്നത്? അതായത് ദൈവം ആരാണെന്നും നാം ആരാണെന്നും നാം എങ്ങനെ ജീവിക്കണമെന്നും മറ്റുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണമെന്നും ഒന്നുകൂടി ചിന്തിക്കാനായി യേശു അവരെ സഹായിക്കാൻ പോകുന്നു. ഗിരിപ്രഭാഷണത്തിലെ ആ വിഭാഗമാണ് നാം അടുത്തതായി നോക്കാൻ പോകുന്നത്.